ഫേസ്ബുക്ക് ആട്ടുകോഴിയായിരുന്നു സുനിൽ. പെൺകുട്ടികളെ വളയ്ക്കുന്നതിൽ തൽപരനായിരുന്നെങ്കിലും പഠനത്തിലും ജീവിതത്തിലും ശ്രദ്ധയിലായിരുന്നു. ഫേസ്ബുക്ക് വഴി മറ്റൊരു ജീവിതം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണവൻ. അവൻ തന്റെ വയസ്സ് കൂട്ടി കാണിച്ച് നല്ലൊരു ജോലി ചെയ്യുന്ന ആളെന്ന ഇമേജ് ഉണ്ടാക്കുന്നു. അതേസമയം അമ്മയുടെ അസുഖവും വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം ജോലിയും കല്യാണവും നടക്കാത്ത പെണ്ണാണ് സുമി. അവൾ തന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് വീട്ടിൽ തന്നെ കഴിയാൻ നിർബന്ധിതയായി. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവളുടെ പ്രായവും കൂടുന്നു. വിവാഹവും നടക്കാതെ ജോലി പോലും ഇല്ലാതെ വീട്ടിൽ കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത്. ഇതിനിടയിൽ സുമിയും ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുന്നു. അവളും തന്റെ യഥാർത്ഥ വയസ്സ് കുറച്ചു വെക്കുന്നു. ഇങ്ങനെ ഇരുവരും തമ്മിൽ പരിചയം ആരംഭിക്കുന്നു. പരസ്പരം ഒരേ പ്രായക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. കാലക്രമേണ അവരുടെ ബന്ധം ശക്തമാക്കുകയും വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിവാഹത്തിന് ശേഷമാണ് സത്യം പുറത്തു വരുന്നത്. സുമി സുനിലിനേക്കാൾ 10 വയസ്സ് മുതിർന്നവളാണെന്ന്. ഈ സത്യം അവരുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സമൂഹത്തിന്റെ വിമർശനം, കുടുംബത്തിലെ സംഘർഷങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം അവരുടെ ബന്ധത്തെ ബാധിക്കുന്നു. സുനിൽ ജോലിയില്ലാതിരിക്കുമ്പോൾ സുമിയാണ് വീട്ടിലെ ചുമതല മുഴുവൻ ഏറ്റെടുക്കുന്നത്. എന്നാൽ പിന്നീട് സുനിൽ മാറാൻ ശ്രമിക്കുന്നു. സുമിയുടെ കഷ്ടപ്പാടും സ്നേഹവും മനസ്സിലാക്കി അവൾക്കായി നല്ലൊരു ഭർത്താവാകാൻ അവൻ തീരുമാനിക്കുന്നു. എങ്കിലും പ്രായവ്യത്യാസം കാരണം താൻ സുനിലിന്റെ ജീവിതം തടസ്സമാണെന്ന് കരുതി സുമി അവനെ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. ഡിവോഴ്സ് വരെ തീരുമാനം എത്തിച്ചെങ്കിലും അവൻ എഴുതുന്ന ഒരു ലെറ്റർ അവന്റെ സ്നേഹവും അവളോടുള്ള ബഹുമാനവും മനസ്സിലാക്കിയപ്പോൾ അവൾ തന്നെ തീരുമാനം മാറ്റുന്നു. അവസാനം പ്രായമല്ല ഒരു ബന്ധത്തിന് പ്രധാനമെന്നും പരസ്പരം മനസ്സിലാക്കലും സ്നേഹവുമാണ് പ്രധാനമെന്നും തിരിച്ചറിഞ്ഞ് അവർ ഒന്നിക്കുന്നു.